15 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച സ്കൂൾ മൈതാനം ചെളിക്കുളമായി. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. 15 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം വെള്ളത്തിലായി. ചളി നിറഞ്ഞ് കാലുകുത്താൻ പോലും പറ്റാതായതോടെ കളിക്കാർക്ക് മൈതാനം ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് സ്കൂൾ PTA നാട്ടുകാരുടെയും നിരന്തര ആവശ്യത്തിനൊടുവിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിന് വഴി തുറന്നത്. എന്നാൽ നവീകരണം പൂർത്തിയായപ്പോൾ മൈതാനം പൂർണ്ണമായും വെള്ളത്തിലായ സ്ഥിതിയിലാണ്. മൈതാന നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഗ്രൗണ്ടാണ് ഇളമ്പച്ചി സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായത്. ഇപ്പം നവീകരണത്തിൻ്റെ പേരിൽ ഇവിടെ കാട്ടി തോന്നിയ ദിവസം എന്ന് വെച്ചാൽ കുറേ മണ്ണ് കൊണ്ടിട്ടിട്ട് ഇവിടെ ഇപ്പോൾ ചളിയും കൊണ്ടായിട്ടാണ് ഉള്ളത്. പിന്നെ കൂടാതെ കുറേ അപ്പുറത്തെല്ലാം കുണ്ടും വാണ്ടി എടുത്തിട്ട് ആടെ ഇപ്പോൾ കുളം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും നടക്കുന്നെല്ലാം വഴിയാണത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ അതിലേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ രണ്ടാമത് നമ്മൾ പരാതിപ്പെട്ടിരുന്നു പഞ്ചായത്ത് മെമ്പറിലായിട്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. ആദ്യം എന്നാൽ ഇപ്പം പറയേണ്ട എല്ലാ ഭാഗത്തും കുണ്ടും കുഴിയായിട്ട് ഈ ഗ്രൗണ്ട് ഇപ്പം ഒന്നും ഇല്ലാണ്ടായിട്ടാണ് ഉള്ളത്. 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഇതിനു വേണ്ടി പാസ്സാക്കിനെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈടിപ്പം ഈ ഗ്രൗണ്ട് കണ്ടാൽ തന്നെ തിരിയും. ആ 15 ലക്ഷം റുപ്യക്ക് എന്നാ ആക്കിന്ന്. ഇതിപ്പോൾ നമുക്ക് ഈ പദ്ധതി വേണ്ടാവുന്നു. ഇതൊക്കെ ഇതിപ്പം കോളാക്കി നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും മീൻ കൃഷി നടത്താനോ ഇല്ലെങ്കിൽ നെൽകൃഷി നടത്താനോ ഇവിടെ പറ്റൂ. വേറെ ഒന്നും നമുക്ക് ഇവിടെ എപ്പോൾ ഒരു കളിക്കുന്നവർക്ക് ഒരു പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്ക് തന്നെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഗ്രൗണ്ടില്ല. ഞാനിവിടെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നത് അനക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെ ആൾക്കാർക്ക് ആർക്കും ഇതിപ്പോൾ ഒരു ആവശ്യമില്ലാണ്ടായി. ഇപ്പോൾ ഒന്ന് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നില്ല. നിലവിൽ വെള്ളക്കെട്ടും ചെളിയും കാരണം നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും മൈതാനം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മൈതാനത്തിന്റെ വശങ്ങളിൽ നിന്നും മണ്ണെടുത്ത കുഴികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മൂടിയിട്ടില്ല. കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതിനാൽ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തിട്ടില്ല. എസ്റ്റിമേറ്റ് പ്രകാരം മുഴുവൻ പ്രവൃത്തിയും ഇവിടെ ചെയ്തു കഴിഞ്ഞെന്നാണ് കരാറുകാരൻ പറയുന്നത്. മൈതാനത്ത് ഒരു നവീകരണവും വേണ്ടിയിരുന്നില്ലെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പണിക്കൂലി കുറവെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്നാ നോക്കണ്ട മേഡം. നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒറ്റ ലക്ഷം മാത്രമേ നമ്മളെ ജ്വല്ലറിക്കുള്ളൂ. അത് ശരിയാന്ന്. വായി തോന്നിയ പോലെ ഒരാള് പണിക്കൂലി പറയുന്നത്. അതെ 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 മോളാന്ന്. കല്യാണപ്പെണ്ണ്. മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരും. അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ? ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ. ഓഹോ, അതിന് ചേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ, മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അല്ല ചേച്ചി, പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും. അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ, സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെ. സന്തോഷം. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം